മിയാ ഖലീഫയും 1001 കുതിരകളുടെ പുറത്തുള്ള പടയാളികളും കൂടി ഖസാക്കിലേക്ക് വരികയാണ്. ആ ഖസാക്കിലേക്ക് വരുന്ന സമയത്ത് മിയാ ഖലീഫ ഇരിക്കുന്നത് ഏത് കുതിരപ്പുറത്ത് അറിയും? ആ 1001 കുതിരകളിലെ ഏറ്റവും ശാരീരികമായ ക്ഷമത നഷ്ടപ്പെട്ട കുതിരപ്പുറത്താണ് ആരിയിരിക്കുന്നത്? പടനായകൻ ഇരിക്കുന്നത്. ആ കുതിരക്ക് എവിടെ ക്ഷീണിക്കും? അവിടെ എന്ത് ചെയ്യും? ആ പട മൊത്തം നിൽക്കും. പടയാളിയാണ് ആ കുതിരയുടെ പുറത്തെങ്കിലും ആ പടയാളി വലുപ്പത്തുവോ? പക്ഷെ ഈ 1001 പേര് ഒന്നിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഖസാക്കിലേക്ക് വരുന്നത്. അതിന്റെ പേരാണ് എന്ത്? ജനാധിപത്യം. തന്റെ കൂട്ടത്തിലുള്ള ഏറ്റവും ഒരു ബലഹീനനായിട്ടുള്ള ഒരു കുതിരയെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു പടനായകൻ കാണിച്ചതിന്റെ പേരാണെന്ന് അറിയും? ജനാധിപത്യം. നിങ്ങൾ ജനാധിപത്യമുള്ള അധ്യാപകനാവുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ലെക്ചറിൽ കാര്യങ്ങൾ കേട്ടാൽ പോലും മനസ്സിലാവും. ചില കുട്ടികൾക്ക് ഒരു പ്രവർത്തനം ചെയ്താൽ അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഈ പ്രവർത്തനങ്ങളുടെയും നമ്മുടെ വാചികമായ പ്രകടനങ്ങളുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആശയവിനിമയ ശേഷിയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ എന്ന് പരിഗണിക്കുന്നു അന്ന് നിങ്ങൾ ജനാധിപത്യ ബോധ്യമുള്ള ഒരു അധ്യാപകനാവും.